ആ ഞാൻ വേറൊരു ആവശ്യത്തിന് പുറത്തോട്ട് വന്നു. ശരി, ഞാൻ വിളിക്കാം. എന്താ ഏയ് അശി, പ്ലീസ് വഴക്ക് വേണ്ട. എന്റെ തിരക്കുകൾ ഞാൻ തന്നോട് കല്യാണത്തിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പ്രശ്നങ്ങൾ വേണ്ട. ഞാൻ പോയിട്ട് വേഗം വരാം. ഉം? എടോ, എന്താടോ താൻ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിന്നാ ഞാൻ എങ്ങനെയാ സമാധാനത്തോടെ പോവാ? എടോ, ഹാപ്പി ആയിട്ടിരിക്കാം. ഞാൻ പോയിട്ട് വേഗം വരാം. ഓക്കെ, ഗുഡ്. ഈ ബാഗിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ പിന്നെ വിളിച്ചോളാം. ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. പുറത്തേക്ക് പോവാണ്. അയ്യോ, അതുകൊണ്ടല്ല, ഒരു വർക്കിൻ്റെ കാര്യം സംസാരിക്കാൻ പോവാ. ഞാൻ വിളിച്ചോളാം. ശരി. ജെഡി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇരിക്കെ. അഖിലിന് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ കാര്യം? ഷെയർ ചെയ്യാൻ പറ്റുന്നാണെങ്കിൽ പറയാം. ഏയ്, ഒന്നുമില്ല ജെഡി. നുണ പറയണ്ട. കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ജെഡി, അത് നമ്മുടെ ജോലിയുടെ റിസ്ക്കും പ്രത്യേകതകളും അഖിലിന് അറിയാവുന്നതല്ലേ. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. എനിക്കറിയാം ജെഡി. പിന്നെ വീട്ടിലെ ചില കാര്യങ്ങളുടെ ടെൻഷനുണ്ട്. പക്ഷെ മാനേജബിൾ ആണ്. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്ത് പ്രശ്നമായാലും അഖിലിനെ തുറന്നു പറയാം. നമ്മൾ എല്ലാരും ഒരു കുടുംബം. അങ്ങനെ കരുതിയാ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം ജെഡി. നമുക്കിറങ്ങാം. ആ ഡ്രൈവറെ നമുക്കിന്ന് പൊക്കണം. എല്ലാരും റെഡിയല്ലേ? റെഡി. ഓക്കെ, നമുക്കിറങ്ങാം. ഈ ബാഗും കൊണ്ട് നടക്കുന്ന റിസ്ക്കാണ്. എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കിയേ പറ്റൂ. ഹലോ ഹലോ, ഈ ബാഗും കാറി വെച്ച് ഞാനിങ്ങനെ നടക്കുന്ന റിസ്ക്കാണ്. കഴിഞ്ഞ ദിവസം പോലീസ് ചെക്കിൽ നിന്ന് കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഞാൻ ഈ ബാഗ് നമ്മുടെ ഡ്രൈവറിനെ ഏൽപ്പിക്കട്ടെ? ഓക്കെ, നിനക്ക് വയ്യെങ്കിൽ നീ അവനെ ഏൽപ്പിച്ചേക്ക്. എല്ലാ ഉത്തരവാദിത്വങ്ങളും ഇങ്ങനെ മറ്റുള്ളവരെ ഏൽപ്പിച്ച് വെറുതെ നടക്കാലോ. അല്ല, അങ്ങനെയല്ല സാർ. വേണ്ട, ഇനിയൊന്നും പറയണ്ട. ബാഗ് നീ അവനെ ഏൽപ്പിച്ചോ. അല്ല സാർ, ഞാൻ ഹലോ ഹലോ ഛേ കിരൺ, ഫസ്റ്റ് ലെഫ്റ്റ്. ഓക്കെ. അഖിൽ, ഇനി എത്ര ദൂരം കാണിക്കുന്നുണ്ട്? ഒരു 500 മീറ്റർ കാണിക്കുന്നുണ്ട്.
എവിടെ സാധനം? ഇനി എത്ര കിലോമീറ്റർ കാണിക്കുന്നുണ്ട്? യെസ് ജെഡി, വി ആർ ഓൾമോസ്റ്റ് ദയർ. ഒരു 100 മീറ്ററാണ് കാണിക്കുന്നത്. ഓക്കെ. സേഫ് ആയിരിക്കണം. ശരി സർ. സേഫായിട്ട് കൊണ്ടുപോകണം. ഓക്കെ. ഓക്കെ. ഹലോ ഹലോ ഹലോ. കിരൺ, വേഗം വിട്ടോ. ഓക്കെ. ചേട്ടാ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആരാ ഇത്? പരിചയമില്ലാത്ത നമ്പറാ. ഈ നേരത്താ. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? എടുത്ത് മാറടാ അങ്ങോട്ട്. ഇറങ്ങടാ ഇങ്ങോട്ട്. ഞാൻ വേറൊരു ആവശ്യത്തിന് പുറത്തോട്ട് വന്നു. ശരി, ഞാൻ വിളിക്കാം. മാറടാ നീയൊക്കെ. എന്താ വണ്ടി കേട്ടവനെ. ഏയ് ഏയ് ഹലോ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഇനിയിപ്പോ എന്ത് ചെയ്യും? നിന്റെ പുറകെ ആരോ ഉണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ പൃഥ്വി. അത് സത്യമാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നീ ഒറ്റ കൊടുത്തതുപോലെയാ അവനെ ആരോ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അല്ല, ഞാൻ കോടികളുടെ ഡ്രഗ്സും വിശ്വസ്തനായ എന്റെ ഒരു ആളെയുമാ ഇപ്പൊ നഷ്ടമായിരിക്കുന്നത്. എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല പൃഥ്വി. ഇതിനെല്ലാം നീ മറുപടി പറഞ്ഞേ തീരൂ. ഞാൻ എന്ത് ചെയ്യാനാ സാർ? എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചു തന്നേ പറ്റൂ. നിനക്ക് 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടണം. അല്ല, ഞാൻ 24 മണിക്കൂർ. അല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടത് പലതും നിനക്ക് നഷ്ടമാവും. സാർ പ്ലീസ്, ഞാൻ പറയുന്നു സാർ.